സോ ഇത് നമ്മുടെ പ്രീ ലവ്ഡ് ക്ലാസിന്റെ എപ്പിസോഡ് 6ലേക്ക് കിടക്കാം അല്ലേ? ഏതാണ് വണ്ടി? വോക്സ്വാഗൺ വെൻഡോ. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് വോൾസ്വാഗൻ TDI DSG ആണ്, ഹൈലൈൻ. സോ ആദ്യം വന്ന് 2010 വന്നപ്പോൾ ഒരു ക്ലീൻ ലുക്കിൽ, അങ്ങനെ അധികം ഡിസൈൻസ് ഒന്നും ഇല്ല. ആ ഒരു പോളോയില് നമ്മൾ പ്രാക്ടിക്കാലിറ്റി പറഞ്ഞ ആ ഒരു ഇഷ്യൂസ്, സ്പേസ് ആയാലും കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സെഡാന്റെ വരവ്. ബൂട്ട് സ്പേസ് വന്നു. സെഡാൻ ആ ഒരു സമയത്ത് ഭയങ്കര കത്തിക്കുന്ന ടൈമായിരുന്നു, സെഡാൻസിന്റെ ഒരു ടൈം. ആ ടൈമിലാണ് വെൻഡോ വന്നത്. അതൊക്കെ റൂളിംഗ് ടൈം നമ്മുടെ ഹോണ്ട ആയിരുന്നു. സിറ്റി റൂൾ ചെയ്യുന്ന ആ ടൈമിലാണ് വന്നത്. പിന്നെ ഈ 2014-15 ആ ഒരു ലുക്കിൽ വ്യത്യാസങ്ങൾ കൊടുത്തു. ഫ്രണ്ട് ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, പിന്നെ ഇതിന്റെ റെയർ ലൈറ്റില് LEDs വന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇയർ, ദാറ്റ് മീൻസ് 2020-21 ഒക്കെ ആയപ്പോ ഇവിടെ ഒരു DRL ഉണ്ടായിരുന്നു, ഒരു LED DRL ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ക്രോം ഒക്കെ കുറച്ചിട്ട് ഒരു സിംഗിൾ ലൈൻ ക്രോം ആക്കിയ പിന്നെ LED DRL വന്നു അല്ലെ? അങ്ങനത്തെ ഒരു ചേഞ്ചസ് ആയിട്ട് പുതിയ പെയിന്റ് സ്കീമും വന്നു. സോ ബാക്കി നമുക്ക് ഇതിന്റെ ഡ്രൈവില് പറയാം. സോ നമുക്ക് ഇതിന്റെ ഡ്രൈവ് പറയാം അല്ലെ? ഇരിക്കുമ്പോ എന്ത് ഒരു ലോഡായിട്ട് ഇരിക്കണം അല്ലെ? ലൈക്ക് ആ ഒരു കംഫർട്ട് എല്ലായ്പ്പോഴും SUVs എടുത്താലും ഹാച്ച് ബാക്ക് എടുത്താലും സെഡാൻസിന്റെ കംഫർട്ട് അൺബീറ്റബിൾ ആണ്. സെഡാന്റെ ഒരു പൊസിഷൻ, അതാണ് എനിക്ക് ഇപ്പോഴും സെഡാൻസിൽ ഭയങ്കര ഇഷ്ടം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ റൈഡ് പറയാം. റൈഡ് ഭയങ്കര സ്റ്റിഫാണ് കുറച്ച്, പക്ഷെ കമ്പയർഡ് ടു അതർ സെഗ്മെന്റ് സെഡാൻസ് ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ, ആ ഒരു ഡ്രൈവ് പ്ലഷർ കിട്ടാൻ അതിനുള്ള. എനിക്ക് ഈ പഴയ വോൾസ്വാഗനിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് എന്താ പറയാ, ഇൻസുലേഷൻ ബെറ്റർ ആണ്. ഇപ്പത്തെ വോൾസ്വാഗനേക്കാളും ഇൻസുലേഷൻ പണ്ടത്തെ വോൾസ്വാഗൻ ആയിരുന്നു. എന്താ വെച്ചാൽ അത് ജർമ്മൻ മെയ്ഡ്, മറ്റത് ഇപ്പൊ ഇന്ത്യൻ മെയ്ഡ് കൂടി ആയതുകൊണ്ട് അതും കൂടി വന്നിരുന്നു. സോ ഇന്ന് നമ്മള് ഡ്രൈവിന് ഓടിക്കുന്നത് 2017 മെയ് കാറാണ്. സോ ദിസ് ഇസ് 1.5 TDI DSG. ഒരു DSG വന്നപ്പോ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ഡീസലില് എല്ലാ പോളോ ഫാൻസും ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു ഗിയർ ബോക്സ്. സത്യം. അത് ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ പോളോയില് അവര് പെട്രോളിന് കൊണ്ടുവന്നു GT DSI, പക്ഷെ GT TDI അവർ കൊണ്ടുവന്നപ്പോ അതിന് DSG കൊണ്ടുവന്നില്ല. അതിൽ മെയിൻലി വന്നൊരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, ഒന്ന് ഡീസൽ എഞ്ചിൻ, അതിന് പോസിബിലിറ്റീസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ പ്രൈസിങ്. സോ ഇത് അന്ന് എടുത്തപ്പോ 13.5 lakhs 13.5 lakhs അന്ന് നോക്കുമ്പോ അന്ന് ഒരു പീക്ക് വരെ ഉണ്ടായിരുന്നു വണ്ടിക്ക്. സോ എൻജിൻ ഇത് 1.5 TDI ആണ്. സോ TDI നോക്കുമ്പോൾ ഇതിന്റെ സ്പെക്ക് പറയണത് 110 bhp ആൻഡ് 250 Nm ടോർക്ക്. ദാറ്റ് മീൻസ് GT TDI പോളോന്റെ സെയിം എഞ്ചിനാണ്. പക്ഷെ ഇത് ഗിയർ ബോക്സ് DSG ആണെന്നൊരു ചെറിയ വ്യത്യാസം. പക്ഷെ അവര് നീ ആലോചിച്ചു, പണ്ട് അമ്യൂന് കൊണ്ടുവന്നു DSG, അവര് പോളോന് കൊണ്ടുവന്നില്ല, പക്ഷെ വെൻഡോനും കൊണ്ടുവന്നു. സോ നമുക്ക് ആദ്യം എവല്യൂഷൻ പറയാം. 2010 വന്ന വെൻഡോന് ജസ്റ്റ് 1.6 TDI ആയിരുന്നു, കുറച്ചുകൂടി ബിഗർ സൈസ് എഞ്ചിൻ ആയിരുന്നു. പക്ഷെ അതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എഞ്ചിൻ സൈസ് കൂടിയപ്പോൾ ടർബോ സൈസ് ചെറുതായി, അപ്പോൾ ലാഗ് കൂടുതലായിരുന്നു. അതുകൊണ്ട് അത് അവർ പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെയാണ് 1.6 MPF5 ഉണ്ടായിരുന്നു, ഒരു പെട്രോൾ എഞ്ചിൻ, നാച്ചുറലി ആസ്പിറേറ്റഡ്. പിന്നെ അവർ TSI കൊണ്ടുവന്നു, നമ്മുടെ GT DSI പോളോന്റെ സെയിം എഞ്ചിൻ. പിന്നെ 1.6 ഡീസൽ നിർത്തിയിട്ട് അവർ 1.5 വന്നു.
ഫൈലാക്കിയപ്പോ മാനുവൽ ആദ്യം കൊണ്ടുവന്നു, പിന്നെ DSG കൊണ്ടുവന്നു. പെട്രോൾ GT-DSIന്റെ സെയിം എഞ്ചിനുള്ള ഈ വെന്റോ TSIന് വന്നിരുന്ന സ്പെക്ക് എന്താ വെച്ചാൽ 105 bhp അതേപോലെ 175 Nm ടോർക്ക് ആയിരുന്നു. ഇത് 2016-15 വന്നല്ലേ ഡീസൽ DSG. അതൊരു കോമ്പിനേഷൻ ബെറ്റർ. എന്താ വെച്ചാൽ പെട്രോളില് DSGക്ക് ഫോയിൽ കൺസംഷന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോ ഇത് ആക്ച്വലി സെല് ചെയ്തു കുറെ. ഈവൻ റാപ്പിഡ്, ഇതിന്റെ സെയിം സിബ്ലിംഗ് ആയ റാപ്പിഡും DSG ഡീസലാണ് കൂടുതലും അതെ, ആ ഡീസലും കൂടിയുള്ള കോംബോ ആയിരുന്നു. ഇതിന് എഞ്ചിൻ ക്ലാറ്റർ ഭയങ്കര കൂടുതലല്ലേ, പുറത്തുനിന്നും ഭയങ്കര ക്ലാറ്റർ നോയ്സ് നമുക്ക് അകത്തുനിന്നും കിട്ടും. ആ ഒരു ഇഗ്നീഷൻ കൊടുക്കുമ്പോൾ സൗണ്ട് ശ്രദ്ധിച്ചണ്ട, അത് ആ ഇഗ്നീഷൻ കൊടുത്ത് സ്റ്റാർട്ടായി വരുമ്പോ അത് കെട്ടുപോകും. പക്ഷെ ഓൺ ആക്സിലറേഷൻ ആണ് പിന്നെ അത് കയറി വരുന്നത്. ഇതിന്റെ ഐഡിലിംഗ് സൗണ്ടും ഇതിന്റെ ക്ലാറ്ററും ഭയങ്കര കൂടുതലാണ്. ലൈക്ക് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും റിഫൈൻമെന്റ് കുറവ് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനായിരിക്കും. എന്താ വെച്ചാൽ ഭയങ്കര സൗണ്ട് ഉണ്ട്. ഈ ഡീസൽ എഞ്ചിൻ 1.5 ആയപ്പോ മേജർ ഡിഫറൻസ് ആയിരുന്നു 1.6 ആയിട്ട്. അതെ, എന്താ വെച്ചാൽ 1.6ന്റെ അതേ പവർ ഡെലിവറിയിലേക്ക് അവർ കൊണ്ടുവരും ചെയ്തു, അന്ന് എഞ്ചിൻ സൈസും കുറച്ചു. ഇതിന്റെ സസ്പെൻഷൻ സ്റ്റിഫ് ആണല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഭയങ്കര സ്റ്റിഫ് ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ടുള്ള സസ്പെൻഷൻ അല്ലാതെ, അതാണ് പിന്നീട് അവര് കുറച്ച് മാറ്റം വരുത്തി സസ്പെൻഷനിൽ. ഇപ്പൊ പുതിയ ടൈഗൺ ആയാലും വെർട്ടസ് ആയാലും ഇതിന്റെ സസ്പെൻഷൻ സ്റ്റിഫാണ്. നമ്മൾ ആ ജോയിന്റ്സ് ഒക്കെ എടുത്തപ്പോ നല്ല ചാട്ടം അറിയണ്ടായിരുന്നു. പിന്നെ സ്ക്വീക്കി സൗണ്ട്സ് ഒന്നുമില്ല സസ്പെൻഷന് ഇതുവരെ, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടി? നിയർലി 70,000 67,000 കിലോമീറ്റേഴ്സ് ഓടി. സോ അതിന്റെ ഒരു സ്ക്വീക്കി സൗണ്ട്സ് ഒന്നുമില്ല. ഹൈ സ്പീഡും ആ ഒരു എന്തൂസിയാസം നമ്മൾ കോണേഴ്സ് ഒരു ഡ്രൈവ് ആൻഡ് ഹാൻഡിലിംഗ് ബെറ്റർ ആവുന്ന രീതിയിലാണ് അവർ ട്യൂണിംഗ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കോണേഴ്സ് ഒക്കെ എടുക്കുമ്പോഴാണ് മനസ്സിലാവുക എന്താ വെച്ചാൽ സസ്പെൻഷൻ അങ്ങനെയാണ് അവർ ട്യൂൺ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പിന്നെ പറയേണ്ട കാര്യമാണ് ആഫ്റ്റർ മാർക്കറ്റ് ഇതിന് വേണ്ടിയിട്ട് സ്മൂത്തർ ആക്കി സസ്പെൻഷൻസ് ഇറക്കിയിട്ടുണ്ട് പല ബ്രാൻഡ്സും. ടീലൊക്കെ ആയാലും പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ലൈക്ക് അത് അഫോർഡ് ചെയ്യുന്നതാണെങ്കിൽ നൈസ് ആയിരിക്കും അതൊക്കെ ആണെങ്കിൽ. പിന്നെ ബ്രേക്കിംഗ് നല്ല അല്ലേ, നല്ല ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്, നല്ല ബൈറ്റ് ആണ്. അപ്പോഴാണ് ലൈക്ക് ABS നന്നായിട്ട് കിക്ക് ചെയ്യണ്ടല്ലേ. സോ ഇതിന് ABS EBD അന്ന് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സേഫ്റ്റി 4 എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഹാൻഡ്ലിംഗ് സ്റ്റിയറിംഗ് റെസ്പോൺസ് ഒക്കെ നല്ല അല്ലേ, നല്ലൊരു ഹെവിനെസ് ഉണ്ട് സ്റ്റിയറിംഗിന്. നമുക്ക് ആ ഒരു ഹെവിനെസ് മനസ്സിലാവും. എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ചുകൂടി ലൈറ്റർ ആയി വോൾസ്വാഗന്റെ. പണ്ടത്തെ അതാണ് ചിലർക്ക് ഇഷ്ടം, പണ്ടത്തെ വോൾസ്വാഗന്റെ ആ ഒരു ഹെവിനെസ് സ്റ്റിയറിംഗ്. ഇപ്പൊ ഹയർ സ്പീഡ്സിലായാലും അങ്ങനെ തെറ്റിപ്പോണ ഒരു പ്രശ്നം, നമുക്ക് ഇൻ ഹാൻഡ് അത് കയ്യിൽ നിൽക്കും, പെട്ടെന്ന് തിരിച്ചാലും വണ്ടി ഹാൻഡിൽ ചെയ്തോളും. ആ സ്റ്റിയറിംഗ് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. ഈ TDI-DSGയുടെ ഒരു പുൾ നോക്കിയാലോ, S മോഡലിലേക്ക് ഇടാം, ഒന്ന് താത്തിക്കിട S ആവും. ആ ഒരു 2K RPM കഴിഞ്ഞ ഒരു വലിയ ഉണ്ടാ, ആ 2K RPM കഴിയണം. ആ ഒരു ലാഗ് നല്ലോണം ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഇത് DSG ആണ്. വൺസ് ആ ഒരു ടർബോയിൽ എത്തിയാൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തോളും. പക്ഷെ അത് എത്താൻ ഒരു ടർബോ ലാഗ് ഉണ്ടല്ലേ നല്ലോണം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്റെ ആ സ്ലോ സ്പീഡിലേക്ക് വരുമ്പോ പെട്ടെന്ന് തന്നെ അത് ഗിയർ ഡൗൺ ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് നടക്കുന്നുണ്ട് പെട്ടെന്ന്. എന്താ വെച്ചാൽ അതാണ് പറഞ്ഞത്, എനിക്കും ഫീൽ ചെയ്തു. നമ്മള് ട്രാഫിക്കിൽ പോയില്ലേ, ഫസ്റ്റ് സെക്കൻഡിൽ ഇട്ടിട്ട് ഒരു ജെർക്ക് ഉണ്ട് ആ DSG ഗിയർ ബോക്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് അധികം ഉപയോഗിക്കേണ്ടി വരില്ല. എഞ്ചിൻ ബ്രേക്ക് ഒരു ജെർക്ക് ഉണ്ടാവും വണ്ടിക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡിന്റെ അവിടെ നിന്ന്. പക്ഷെ നീ ഇപ്പൊ ഒന്ന് ഡൗൺ ചെയ്ത് നോക്ക്, D3 D2ലേക്ക് പെട്ടെന്നായി. അതാണ് ഇതിന്റെ ഒരു ആ ഒരു ടർബോയിലേക്ക് എത്തണം, എന്നാലാണ് ഹൈവേ. ഇത് ഹൈവേ പെർഫോമൻസ് ആണ് മെയിൻലി. നമ്മുടെ സിറ്റി യൂസിലൊക്കെ അതൊരു ഒന്ന് ഫംബിൾ ചെയ്യും ഗിയേഴ്സ് തമ്മിൽ. നമുക്കപ്പോ ഇതിന്റെ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ, മൈലേജ്. അപ്പോ ഇന്ന് രാവിലെ ഞാൻ ഇപ്പൊ ഷൂട്ടിന് വേണ്ടി വന്നപ്പോ റോഡ് ഫുൾ കാലിയായിരുന്നു. അപ്പൊ വന്ന ടൈമിലായാലും എനിക്ക് ക്ലസ്റ്ററിൽ 17 ആണ് കാണിച്ചത്, ഇൻ റിയൽ ഒരു 15-16 ആ ഒരു റേഞ്ചിലായിരിക്കും കിട്ടുന്നത്. നമ്മുടെ ട്രാഫിക് യൂസ് ഒക്കെ ഒരു 10-12-11 ആ റേഞ്ചിലോട്ട് DSG ആണ്. അത്ര എഫിഷ്യൻസി ഇല്ല, പക്ഷെ അത് ഡീസൽ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ എഫിഷ്യൻസിയും കിട്ടുന്നുണ്ട്. ഹൈവേയിൽ ഒരു 18 ഒക്കെ ഈസിലി ക്ലോക്ക് ചെയ്യും. ഒരു നിങ്ങളൊരു നോർമൽ ഒരു 80 ക്രൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 18 ഒക്കെ കിട്ടും. അല്ലെങ്കിൽ ഒരു 15-16 ആവറേജ് പറയാം, ഒരു 15 കിലോമീറ്റർ പെർ ലിറ്റർ. ഇതിന്റെ മാനുവലി ഇനിയും കിട്ടും, ഹൈ സ്പീഡ് മാനുവൽ. നമ്മളത് പോളോയിൽ റിവ്യൂ ചെയ്തിരുന്നു. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് പറയല്ലേ അന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സെഗ്മെന്റ് കിങ് പറയുകയാണെങ്കിൽ എന്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോ ഷോട്ട് ആയിരുന്നല്ലേ?
ഈ സമയത്ത് ആരോ ഷോട്ട് ആയിരുന്നു. അല്ലല്ല ആരോ ഷോട്ട് ആയിരുന്നില്ല, ജെൻ 4 ആയിരുന്നു. ജെൻ 4 സിറ്റി ആയിരുന്നു. ജെൻ 4 സിറ്റി ഇതായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം എന്താ വെച്ചാൽ സ്പേസ് ആൻഡ് കംഫർട്ട് സിറ്റിക്ക് അത് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ബാക്ക് സ്പേസ് കുറവാണ്. നമുക്ക് ഇതിന്റെ റെയർ സീറ്റിന് കംഫർട്ട് നോക്കിയാലോ, പോയിട്ട് വരാം. ആദ്യം പറയുകയാണെങ്കിൽ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. ലൈക്ക് ഇതിന്റെ സെഗ്മെന്റ് ആ സമയത്ത് നോക്കുമ്പോൾ സിറ്റിക്ക് കുറച്ചുകൂടി തൈ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിന് തൈ സപ്പോർട്ട് കുറവാണ്. പിന്നെ ഹെഡ് റൂം ഒരു 6 ഫീറ്റ് ആൾക്കും ക്രാംഡ് ആയിരിക്കും. പിന്നെ നമ്മൾ സീറ്റ് നല്ല സോഫ്റ്റ് സീറ്റാണ്, പക്ഷെ നമ്മൾ ആംഗിളിൽ ഇരിക്കുമ്പോൾ ലെഗ് സ്പേസും ഒരു കുറവുണ്ട്. ലൈക്ക് ഈ സെഗ്മെന്റ് നോക്കിയിട്ടാണ് ഞാൻ പറയേണ്ടത്. നല്ല സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെ. പിന്നെ കോട്ടാങ്ങേഴ്സ്, ജർമ്മൻസ് എപ്പോഴും കോട്ടാങ്ങേഴ്സ് കൊടുക്കും, അതും കാണാം. ഇത് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറയാനുള്ള കാര്യം ഈ ട്രാൻസ്മിഷൻ ടണൽ ഭയങ്കര ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സെൻട്രലിൽ ഒരു സ്മോൾ കിഡിനെ ഇരിക്കാൻ പറ്റും. ഓവറോൾ പറയുകയാണെങ്കിൽ രണ്ടുപേർക്ക് ബെസ്റ്റാണ്. കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ ഡീസൽ മാനുവൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആസ്പയർ. അതെ, ആസ്പയറിന് മൈലേജ് കിങ് ആണ് ആ വണ്ടി. ആൻഡ് പവർ വൈസും ഏറ്റവും ബെസ്റ്റ് ആസ്പയർ ആണ് ഫസ്റ്റ് നിൽക്കുകയാണെങ്കിൽ. കുറച്ചും കൂടി റിലയബിലിറ്റി നമ്മൾ കഴിഞ്ഞ ഫിഗോയില് പറയുന്നുണ്ട് റിലയബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് പ്രാക്ടിക്കാലിറ്റി വൈസ് നോക്കിയാലും ബൂട്ട് സ്പേസ് കൂടുതലാണ്. ആസ്പയർ ലൈക്ക് ഇതിനേക്കാളും വില കുറവിന് കിട്ടുകയും ചെയ്യും. സൈസും കുറവല്ലേ, സെഡാൻ സൈസും കുറവാണ്. ഈ വെൻഡോ വെർണ സിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്പേസ് സിറ്റിക്കാണ്. ലൈക്ക് ഞാൻ പറയുന്നത് അകത്തുള്ള സ്പേസ്. വെർണ നോക്കുകയാണെങ്കിൽ വെർണയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് ഡീസൽ ഉണ്ടായിരുന്നു അല്ലേ, 1.6 CRDI എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് പക്ഷെ അങ്ങനെ അത്ര ആൾക്കാർ മേടിച്ചില്ല, എന്തോ ഒരു കാര്യത്തിൽ അൺറേറ്റഡ് ആയി പോയി ആ വണ്ടി. അത് നല്ലൊരു വണ്ടിയായിരുന്നു. അതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ ആ ഒരു 1.5 ഡൗൺ സൈസ് ചെയ്ത് കൊണ്ടുവന്നത്. അതിപ്പോ ക്രെറ്റയിൽ കിട്ടുന്നു നമുക്ക്. പിന്നെ ഹോണ്ട സിറ്റി നോക്കിയപ്പോ ഡീസൽ ഓട്ടോമാറ്റിക്കും ഇല്ല. ഇത് എടുത്തിരുന്ന അതാണ്. ലൈക്ക് ഇതിന്റെ ലുക്ക് കണ്ടിട്ടാണ് എല്ലാവരും എടുത്തത്. പിന്നെ ഹോണ്ടയിൽ നമ്മുടെ അഡീഷൻ വന്ന CVT ഗിയർ ബോക്സ്, അത് അമേസിന് കൊടുത്തു. ഇതിന്റെ ലുക്ക് കണ്ടിട്ടാണ് എല്ലാവരും എടുത്തല്ലേ വെൻഡോന്റെ ലുക്ക് ഭയങ്കരമായിരുന്നു. ഇപ്പോഴും ഒരു എന്തോ ഒരു ഭംഗിയാണ് വണ്ടിയുടെ, എസ്പെഷ്യലി ഇതിന്റെ ടെയിൽ ലൈറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ മുസ്തഫയുടെ ഒരു ഫേവറേറ്റ് വണ്ടിയാണല്ലേ വോൾക്സ്വാഗൻ പോളോ. എനിക്ക് വോക്സ്വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഡ്രൈവ് ഫീല്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം. അത് മറ്റു വണ്ടിക്ക് ഇല്ല എന്നല്ല, ബട്ട് എനിക്ക് പേഴ്സണലി ഇതാണ് കുറച്ചും കൂടി പ്രിഫറബിൾ. എനിക്ക് വോൾക്സ്വാഗൻ പോളോ ഇഷ്ടമായതുകൊണ്ടാണ് വെൻഡോ ഇഷ്ടപ്പെട്ടത്. ആ ഒരു പോളോയില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സിംഗിൾ ഹാൻഡ് ഈ 2 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ ആണെങ്കിൽ സുഖമാണ്, പക്ഷെ റിയർ സീറ്റ് കംഫർട്ട് വരില്ല. അപ്പൊ അത് വരുമ്പോഴാണ് ഒരു അപ്ഗ്രേഡ് എന്നുള്ള നിലക്ക് ചിന്തിക്കുമ്പോൾ ഇതിലേക്ക് വരാൻ തോന്നുന്നു. ഫാമിലി കൂടി യൂസ് ചെയ്യുമ്പോ അല്ലേ, ലൈക്ക് ഒരു 4 മെമ്പർ ഫാമിലിക്ക് ബെസ്റ്റാ, 4 അഡൾട്ട്സ്. ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കുറവ് കിട്ടുക വെൻഡോന്റെ പഴയതായിരിക്കും 1.6. അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ കാര്യം കിടക്കാം. ഇതിന്റെ മെയിൻ ഇഷ്യൂസ് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇഞ്ചക്ടറിന് ഭയങ്കര ഇഷ്യൂ വരും. അതേപോലെ DSG ഇല്ലേ, ഈ DSG ഫെയിലിയർ ഞാൻ കേട്ടു. എന്താ വെച്ചാൽ ഇത് DQ200 ആണ്. ഇതിന് DQ250 ജെറ്റയ്ക്ക് കൊടുത്തത് പ്രശ്നങ്ങളില്ല, അത് നല്ല റിലയബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനായിരുന്നു ആ പ്രശ്നം വന്നത്. പിന്നെ നമ്മുടെ മെയിൻ സാധനം ABS സെൻസർ റെഗുലർ കാഷ്വാലിറ്റി ആണ്. അത് എന്തായാലും എപ്പോഴേലും പോവാം. അത് നമ്മുടെ വിവേക് ജി പറഞ്ഞ ഒരു ചാക്കണക്കിന് മേടിച്ചു വെക്കാം. വിവേക് ജി പറയണ പോലെ അല്ലേ, ആ ചേട്ടന്റെ F30ക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോ അഗൈൻ നമ്മള് ഓടിക്കുന്ന പോലെ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും അതിന്റെ ഒരു ലാസ്റ്റ്. പിന്നെ ടർബോ ചാർജർ, ടർബോ പോയ 1 lakh ഒക്കെ ഒരു ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം. അതാണ്, അത് ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ എഞ്ചിൻ റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ EGR ഇഷ്യൂ. ഈ ബേസിക്കലി EGR എന്താന്ന് വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്നാണ് പറയുന്നത്. EGR ഈ വണ്ടിയുടെ മെയിൻ ഒരു കംപ്ലൈന്റ് ആണ്. ലൈക്ക് എന്റെ ഫ്രണ്ടിന്റെ നമ്മൾ ആദ്യം ചെയ്ത പോളോ TDI ഇല്ലേ, അവന്റെ മാറ്റിയിരുന്നു EGR. മറ്റു ഡീസൽ കാസിൽ അതൊരു മേജർ സർവീസിൽ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ട ഒരു സംഭവമാണെങ്കിൽ ഇതിലൊരു എവരി 40,000 കിലോമീറ്റേഴ്സ് ആ ഒരു ടൈം ലൈനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ റീസെയിൽ മാർക്കറ്റിനെ പറ്റി പറയാം. അപ്പോൾ ഫോക്സ്വാഗണിന്റെ ആദ്യ കാലങ്ങളിലൊക്കെ വാങ്ങിയവർക്ക് അറിയാം ഇതിന് അത്യാവശ്യം നല്ല രീതിക്ക് ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. വാങ്ങിച്ച ഉടനെ തന്നെ ഒരു 30-40% അടുത്തൊക്കെ ഒരു ഡിപ്രിസിയേഷൻ വന്ന ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിനെപ്പറ്റി ഇപ്പോൾ വെൻഡോർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 തൊട്ട് ഇറങ്ങിയ മോഡൽസിൽ ഫേസ് ലിഫ്റ്റ് വരുന്നത് വരെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു ആ ഒരു പീരീഡ് ഫോക്സ്വാഗണിനെ സംബന്ധിച്ചിടത്തോളം.
അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന് അത്യാവശ്യം ഒന്ന് സെയിലൊക്കെ ഒന്ന് ബൂമായി കഴിഞ്ഞപ്പോൾ വാല്യൂ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാം. ഇപ്പോൾ ഈ ഒരു മോഡൽ ഇപ്പോൾ ഒരു 15 ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്നത്. ആ ഒരു 15 തൊട്ട് 2022 വരെ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലുക്ക് വൈസ് സെയിം ആണ്. പക്ഷെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ്, ആ ഒരു ലൈറ്റ് സെറ്റപ്പ്, ഗ്രില്ല്, അതൊക്കെ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വന്നത്. ഇപ്പോൾ ഈ ഒരു മോഡൽ ഇപ്പോൾ നമ്മൾ DSG 1.5 ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അറൗണ്ട് ഒരു 6, 7, 8 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. അത് അഗെയിൻ ഡിപ്പെൻഡ് ഓൺ ദ കണ്ടീഷൻ. പിന്നെ നമ്മൾ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ പവർ വൈസ് ഏറ്റവും ബെസ്റ്റ് ഫോർഡാണ് പറയുകയാണെങ്കിൽ. പക്ഷെ ഈ ഡീസൽ ഓട്ടോമാറ്റിക് ഉള്ളത് 2 ഓപ്ഷനുള്ളൂ, വെർണയും ഇതുമാണ്. ലൈക്ക് നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടു ഈ വോൾസ് വാഗൻ ഫാൻസ് ഉണ്ട്. ലൈക്ക് ആ വോൾസ് വാഗന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് എന്താ വെച്ചാൽ ഏജ് ആവില്ല എന്ന് കുറെ പേര് പറയും. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു വണ്ടി മറന്നു, പക്ഷെ ആ വണ്ടി ഇനി പറയുന്നതിൽ പ്രസക്തി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഷെവർലെ ക്രൂസ് അതിനും ഡീസൽ ഓട്ടോമാറ്റിക് വന്നിരുന്നു. അതൊരു പോയിന്റ് ആണ്. പക്ഷേ പാർട്സ് മാത്രല്ല, സർവീസ് നിർത്തിപ്പോയി, മെയിൻ്റെനൻസും ഇഷ്യൂസ് ആയി, കംപ്ലൈന്റ്സ് കുറെ ഉണ്ടാവും. ലൈക്ക് അതൊക്കെ ഒരു റിസർച്ചിന്റെ പുറമെയാണ്. നമുക്ക് റിസർച്ച് ചെയ്ത് നല്ല അറിവുകളുണ്ട്, ഓരോ സ്ഥലങ്ങളിൽ അറിയുന്നതാണെങ്കിൽ ഷെവർലെ ക്രൂസും എടുക്കാം. ഒരിക്കലും അതിന്റെ ആ ഒരു ഡ്രൈവും ഫീലും വെൻഡോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ അത് ഇതിനേക്കാളും കുറച്ചുകൂടി സെഗ്മെന്റ് അപ്പായിരുന്നു പ്രൈസിംഗ്. ഈ സെഗ്മെന്റിൽ നോക്കിയപ്പോ ഫോർഡ് ഫിയസ്റ്റ, ഹോണ്ട സിറ്റി, വെർണ, വെൻഡോ. ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിപ്രസിയേഷൻ അതുപോലെ ആയി പോയി. അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ ഫോർ മണി ആ ഒരു ടാഗ് ലൈൻ നോക്കുമ്പോലെ. പിന്നെ ഇത് ഒരു പണ്ട് ഈ വോൾസ് വാഗൻ ഇത് നോക്കാൻ പോയപ്പോ 13.5 lakhs ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ വില കുറച്ച് കിട്ടുന്നോണ്ട് കുറെ ആൾക്കാർ സെക്കൻഡ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതേപോലെ ജെറ്റയുടെ 250 DSG ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഒരു വെൻഡോ പോളോ നിർത്തുന്ന ടൈമില് ഒരു ലിമിറ്റഡ് എഡിഷൻ ഒക്കെ ഇറക്കിയിരുന്നു അവര്. ബാഡ്ജിങ് മാത്രം വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ലാസ്റ്റ് ഇടിയായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടിട്ട്. യാർഡിലൊക്കെ പെട്ടെന്ന് തന്നെ കാര്യം എന്താ വെച്ചാൽ ആ സമയത്ത് ഈ പുട്ടുപോലെ വെർണയും സിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിലായിരുന്നു. ആൾക്കാർ വിചാരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ലോക്കലൈസേഷൻ വരും, വോക്സ്വാഗൺ കാസിന് വില കുറയും. പക്ഷെ ഇപ്പൊ ഉള്ള ഈ ഒരു പോളോ വെൻഡോ കാസിന്റെക്കാളും കൂടുതൽ മെയിൻ്റെനൻസ് കോസ്റ്റ് പോയാലോ എന്ന് വിചാരിച്ചാണ് അവരത് വാങ്ങിക്കൂട്ടിയത്. പക്ഷെ വോൾസ്വാഗന്റെ ഒരു 1000 സെയിൽസ് കിട്ടുമ്പോ ആഹ്ലദിക്കുന്നു പറയണായിരുന്നു. എന്നുവെച്ചാ അവിടെ സുസുക്കി, ഡിസയറും എല്ലാം മറ്റേ വേറെ ലെവൽ. നമ്മള് സിയാസ് വിട്ടുപോയി. സിയാസിന് പ്രശ്നം എന്താ വെച്ചാ ഡീസൽ AMT ഉണ്ടായിരുന്നു. ഇല്ല, ഡീസൽ മാനുവൽ അത് നല്ല എഞ്ചിനാ. 1.5 ഒരു അത് മാരുതി ഡെവലപ്പ് ചെയ്ത എഞ്ചിനായിരുന്നു 1.5. ഇപ്പൊ സിയാസ് നമ്മള് ലിസ്റ്റിൽ പറയാറുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ വലിയ പെർഫോമൻസ് ഒന്നും വേണ്ട, ഒരു അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ, മൈലേജ്, ലോങ് ലാസ്റ്റിംഗ്, ആ ഒരു ക്യാരക്ടറിൽ എടുത്ത് നോക്കുമ്പോഴും ഇപ്പോഴും ഡീസൽ സിയാസിനൊക്കെ വാല്യൂ ഹോൾഡ് ചെയ്യണത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനപ്പുറത്താണ്. പിന്നെ സിയാസിന് സ്പേസും കംഫോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. എന്താ ഒരു 5 പേർക്ക് ഇരുന്ന് പോവാം, അതാണ് ഒരു കംഫർട്ട്. പിന്നെ സുസുക്കി അല്ലേ, ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സുഖം. ബാക്കി വണ്ടി പുറത്തൊന്നും പറയാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മെയിൻ കാര്യത്തിൽ സംസാരിക്കാം. മെയിൻ്റെനൻസ് കോസ്റ്റ്, പാർട്സിന്റെ വില, അതേപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു രീതി അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് സെക്കൻഡ് നോക്കുകയാണെങ്കിൽ നോക്കി തന്നെ എടുക്കണം. 100% ചെക്ക് ചെയ്തിട്ടേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് വോൾസ് വാഗൻ ആണല്ലോ, കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാം. ലൈക്ക് അത് നമുക്ക് റിപ്പയർ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇപ്പൊ ഇൻജക്ടേഴ്സ് ഒക്കെ 15,000 20,000 ഒക്കെ വരിക ഒരു പെയർ ഓഫ് 4. അതേപോലെ EJR ടെർബോ ഒക്കെ മാറ്റണമെങ്കിൽ എന്തായാലും ഒരു വോൾസ്വാഗൻ സർവീസ് പോയാൽ 1 lakh ബില്ല് അടിച്ചു തരും. പിന്നെ ഒരു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കഴിവതും ഫസ്റ്റ് ഓണർ ആണെങ്കിൽ അങ്ങനെ എടുക്കുക, ലോ കിലോമീറ്റർ ആണെങ്കിൽ എടുക്കുക. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു 1 lakh ഓടിയാലും അതുവരെ കറക്റ്റ് മെയിൻ്റെനൻസ് ട്രാക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ഓണർ ആയാലും അയാൾ അത്യാവശ്യം നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ നമുക്ക് ധൈര്യത്തോടുകൂടി എടുക്കാം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് വോൾസ്വാഗൻ സർവീസ് എന്തായാലും ഭയങ്കര പേയ്മെന്റ് ആയിരിക്കും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഔട്ട്സൈഡ് വല്ല സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ പാർട്സ് സോഴ്സ് ചെയ്തിട്ട് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, വേറൊരു സ്ഥലത്ത് കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്രയും കോസ്റ്റ് കുറയ്ക്കാം. കഴിവതും ജെന്യൂൻ പാർട്സ് തന്നെ യൂസ് ചെയ്യണമെന്ന് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ജർമ്മൻസ് ആണ്, മാക്സിമം എൻജോയ് ചെയ്യുക. അത് ലോ കിലോമീറ്റർ ഓടി അത് എടുത്തു വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ മാക്സിമം ഓടുക, ഉപയോഗിക്കുക അല്ലെ. വേറെ ടയർ വരും, അതിനുള്ള ഈ ഇതുപോലത്തെ ഒരു കോമ്പിനേഷൻ ഈ ഒരു ഡീസൽ എഞ്ചിൻ നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല. അതെ, TDIs ഇനി ഇല്ലല്ലോ. വരികയാണെങ്കിൽ നല്ലതല്ലേ, ഇനി ചാൻസ് കുറവാണ്. ലൈക്ക്
ഈ അടുത്തൊരു ഓട്ടോക്കാറിലായാലും സ്കോഡ ഷോക്കേസ് അതും സൂപ്പർബിലായിരുന്നു. അത്രയും എക്സ്പെൻസീവ് ഒരു പർച്ചേസ് ആയി പോകുന്നത്. ഇപ്പൊ നിങ്ങളൊരു വെൻഡോ 6 lakhs എടുക്കുകയാണെങ്കിൽ ഒരു 2 lakhs ഇതിന്റെ മെയിൻ്റെനൻസിന് കോസ്റ്റിന് വേണം, കയ്യിൽ വേണം. എന്നാലാണ് അപ്പൊ ഒരു 8 lakhs ബഡ്ജറ്റ് വേണം അല്ലേ? ഒരു 6 lakhs കാർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ വെൻഡോന്റെ. ഇതിന്റെ ഇന്റർവെൽ വന്നിട്ട് വൺസ് ഇൻ എവരി ഇയർ 10,000 കിലോമീറ്റേഴ്സ്. അതെ. ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും സെക്കൻഡ് എടുക്കുമ്പോൾ ഇയർലി വൺസ് ആയിരിക്കുമല്ലോ സർവീസ് അല്ലേ? സോ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിവ്യൂ. ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് വോൾസ്വാഗൻ വെൻഡോ ഇതാണ് കൊണ്ടുവന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറൊരു വണ്ടിയായിട്ട് വരാം അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്.